ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകളുണ്ട്. എല്ലാം കിഴിക്കാത്തുണ്ട്. കിഴിയിലേക്ക് പോവാം. യെസ്, ഫസ്റ്റ് വൺ. ഓക്കെ, പോന്നോട്ടെ. പോരുന്നില്ല, എന്തെങ്കിലുമൊക്കെ പറ. വരുന്നില്ല, ലാഗാവുന്നു. ഓക്കെ, ഫസ്റ്റ് വൺ. ക്യൂബ്സ് എന്റർടൈൻമെന്റ്സ് പ്രൊഡക്ഷൻ നമ്പർ 2 അനൗൺസ്മെന്റ് വന്നിട്ടുണ്ട്. യെസ്, ഇതാരാന്നറിയോ? നായകൻ ആന്റണി പെപ്പെ. ഇതൊക്കെ ആ നൃത്തം കണ്ടറിഞ്ഞൂടെ? യെസ്. അപ്പൊ അടുത്ത ഇടിപ്പടം ലോഡിംഗ് ആണ്. ഇടിയാണോ തോക്കാണ് കാണുന്നത്? ഇടിനെക്കാട്ടിലും കൂടുതൽ വെടിയായിരിക്കും, വെടിപ്പടമായിരിക്കും. അപ്പൊ അടുത്ത വെടിപ്പടം റെഡിയാണ്. യെസ്, ആദ്യത്തത് ഇടി, രണ്ടാമത്തത് വെടി. പോൾ ജോർജ് ആണ് സിനിമ സംവിധാനം ചെയ്യുന്നത് കേട്ടോ. യെസ്. അടുത്തത് ഡാക്കു മഹാരാജ സിനിമ നെറ്റ്ഫ്ലിക്സിൽ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് സ്ട്രീമിങ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഉർവശി റിതോള ചെയ്ത സീനുകളൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതേതായാലും വളരെ നന്നായി എന്നാണ് നമ്മുടെ ഒരു അഭിപ്രായം കേട്ടോ. പറയുമ്പോ അതായത് മിനിറ്റുകൾക്ക് കോടി വാങ്ങിയ ആളാണ് സത്യം. എല്ലാം വെള്ളത്തിലായി. പക്ഷെ അത് കിട്ടി. തിയേറ്റർ റണ്ണിൽ അത് കഴിഞ്ഞല്ലോ. ഇനിയിപ്പം അത് കണ്ടില്ലേലും കുഴപ്പമൊന്നുമില്ല. ഇനിയും കുടുംബ പ്രേക്ഷകർ കുറച്ച് കൂടുതൽ കാണുന്ന സംഭവമാണ്. അതുകൊണ്ട് അത് കട്ട് ചെയ്ത് നന്നായി. എന്താണെങ്കിലും ബോബി കൊല്ലി ഡയറക്ട് ചെയ്യുന്ന സിനിമയാണ്. ഓക്കെ, പിന്നെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല ആൾക്ക്. അതിലൊരു കാര്യം ഉണ്ടായിരുന്നില്ല. അല്ല, ആളുടെ ക്യാരക്ടറൊക്കെ ചുമ്മാ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ബാലയ്യ ആളുടെ സ്ക്രീൻ പ്രസൻസ് സത്യമായിട്ടും ആളുടെ ലോജിക്കൊക്കെ കുറച്ചെങ്കിലും ചിന്തിക്കാൻ പറ്റുന്ന ഒരു സിനിമ വന്നു ഇതായിരുന്നു കേട്ടോ. ഇങ്ങനത്തെ സിനിമകൾ ചെയ്ത അയാൾ ഏത് റേഞ്ചായിരിക്കൂടാ. അല്ല, ഇനി അത് പിടിക്കാനുള്ള പ്ലാനാണ് ഞങ്ങൾക്ക്. അത് ഗംഭീരമായിരിക്കും. ഇപ്പൊ ജയിലർ 2 ഉണ്ടെന്നൊക്കെയാണ് കേൾക്കുന്നതൊക്കെ. ഓക്കെ, അടുത്ത കിഴി കൂലി. ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന രജനികാന്ത് മൂവി. സിനിമയിൽ ഒരു ഐറ്റം സോങ് ഉണ്ട്. ഒരു മാസ് സോങ് ആണെന്നുള്ളതാണ് കേട്ടത്. അതിൽ പൂജ ഹെഗ്ഡെയാണ് ഐറ്റം സോങ് ആയിട്ട് വരുന്നത് കേട്ടോ. അത് ഇന്ന് അതിൻ്റെ ഷൂട്ട് തുടങ്ങും. 7 ദിവസത്തെ ഷൂട്ടാണ് ഈ സോങ് മൊത്തത്തിൽ എന്നുള്ളതാണ് കേട്ടത്. ഓക്കെ, പൊളിക്കട്ടെ, പൊളിച്ചടുക്കണം. എന്താണെങ്കിലും ലോകേഷ് അല്ലേ, അതാണ്. അടുത്തത് SSMB 29 സിനിമയുടെ ഫസ്റ്റ് ഷെഡ്യൂള് ഉടനെ തന്നെ തീരും എന്നാണ് കേൾക്കുന്നത്. സെക്കൻഡ് ഷെഡ്യൂളിന് മുന്നേ ആയിട്ട് ഒരു മറ്റേ പ്രസ് മീറ്റ് ഇവർ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു. എന്താണെങ്കിലും SS രാജമൗലി വരാൻ പോകുന്നു വീണ്ടും മഹേഷ് ബാബുവിനെ കൊണ്ടിട്ട്. യെസ്, തകർക്കും. പ്രിയങ്ക ചോപ്രയും. ഓക്കെ, അടുത്ത കിഴി റോഷൻ മാത്യു ദിലീഷ് പോത്തൻ മൂവി. ഷാഹി കബീർ ആള് സംവിധാന രംഗത്തേക്ക് ഇറങ്ങാൻ പോവാണ്. സ്ക്രിപ്റ്റും ആള് തന്നെയാണ്. ഇതിന്റെ ഫസ്റ്റ് ലുക്ക് ഇന്ന് 5 മണിക്ക് വരും കേട്ടോ. മേ ബി ഈ കിഴി എപ്പിസോഡ് ഇടുന്നത് 5 മണിക്ക് ശേഷമാണെങ്കിൽ ഇവിടെ കാണിക്കാം. ഓക്കെ, അതായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. എന്താണ് കുറേ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ചീറിപ്പായുന്നു. മുംബൈ അധോലോകത്തൊക്കെ പോയ പോലെ ഇച്ചിരി കൂടി പോയി. കുറച്ചേക്കാം. നിന്നെ തട്ടിക്കൊണ്ടായിരുന്നു മുംബൈ അധോലോകത്തേക്ക്. ഒരു 10,000 രൂപയുടെ ആവശ്യം ആരെങ്കിലും നിന്നെ തട്ടിക്കൊണ്ടുപോയോ? 5 രൂപ കൂടിയാ കിട്ടൂലെന്നറിയാം. ഇതിനകത്ത് ഒറ്റ മറുപടി പറയാനുള്ളൂ. 6ാം നമ്പറാണല്ലേ മോഹൻലാൽ വയ്ക്കുന്നത്. നിങ്ങൾക്ക് 10,000 രൂപയുടെ ആവശ്യമുണ്ട്. ഒരു ചാക്ക കൊണ്ടു തന്നിട്ട് 10,000 രൂപ വേണമെന്ന് പറഞ്ഞാൽ നടക്കുമോ? നമ്മൾ അതേപോലെ തന്നെ ഉള്ളു. നമുക്ക് 10,000 പോലും കിട്ടൂല. അത് വേറെ സത്യം. ഇതിനേക്കാൾ ആപ്റ്റ് ആയിട്ടുള്ള മറ്റൊരു സീൻ ഞാൻ തരാം. ദൃശ്യം 2 എന്ന സിനിമയില് ഞാൻ ജോർജ് കുട്ടിനെ കണ്ടു. എവിടുന്നാണ് ജോർജ് കുട്ടി ഇറങ്ങി വന്നതെന്നുള്ളത് പറയണമെങ്കിൽ എനിക്ക് ഇത്ര ലക്ഷം രൂപ തരണം എന്ന് പറയും. അപ്പോ ഗണേഷ് കുമാർ പറയും ഒരു 10,000 രൂപ. അതുപോലെ ഇവന് വേണ്ടിയിട്ട് കോടികൾ ചോദിച്ചാലോ, കോടികൾ ആരും ചോദിക്കൂല. കാരണം അറിയാലോ വില വാല്യൂ ഇല്ല എന്നുള്ള കാര്യം അറിയാം, നമുക്ക് തന്നെ അറിയാം. അപ്പൊ ഒരു 10,000 രൂപ മാക്സിമം ചോദിക്കും. അപ്പൊ ഒരു 5,000 കിട്ടും. 10 കിട്ടുമോ? 10 കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ സ്വന്തം പോയിട്ട് അവരുടെ മുന്നേക്കും, എന്നിട്ട് ഒരാളെ വിളിച്ചോളാം. എന്തായാലും പോരെ. അതിനേക്കാൾ നല്ല നിനക്ക് ഇവിടുന്ന് വല്ല കിഡ്നി എടുത്തിട്ട് കൊടുത്തോ, ലക്ഷങ്ങൾ കിട്ടും. നിനക്ക് അത്രക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കിഡ്നി കൊടുത്തിട്ട് എന്നെ പട്ടി കൊടുക്കും വേണ്ടി. അത് പള്ളി പോയി പറഞ്ഞാൽ മതി. അടുത്തത് നിനക്ക് മൊത്തത്തിൽ കൊടുക്കാം. നിന്നല്ലേ അത് കൊടുക്കും. നരിവേട്ട സിനിമയുടെ ഡബിങ് ടോവിനോ തുടങ്ങിയിട്ടുണ്ട്. നീ നേരത്തെ നിന്നെ തട്ടിക്കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ടിട്ട് അതിന് പേരിട്ടതാണ് നരിവേട്ട. അത് നരിയെ വേട്ടയാടി പിടിച്ചു.
ഞാൻ കുറെ തന്നതല്ലേ, ഇരിക്കട്ടെ നല്ല. അതെന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. അവിടെ കിടന്നോട്ടെ, ഒരു ബോണസ് ആയിട്ട് അവിടെ കിടക്കട്ടെ. പക്ഷെ പിടിച്ച നരി എന്നൊക്കെ അറിയുന്നു ചാക്കിലിരുന്നിട്ട്. അവിടെ കേട്ടില്ല നീ, അവിടെ ഫുൾ ഗർജനാണെന്നാണ്. എന്താണെങ്കിലും അനുരാജ് മനോഹറാണ് സിനിമ, ഈ നരിവേട്ട സിനിമ ഡയറക്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. തട്ടിക്കൊണ്ടുപോയതല്ല. ഓക്കെ, സിനിമയുടെ ഡബിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ടോവിനോ തോമസിന്റെ സ്റ്റിൽ വന്നിട്ടുണ്ട്. ആള് കഷ്ടപ്പെട്ട് ഡബിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അടുത്തതായിട്ട് ടോവിനോടെ വരാനിരിക്കുന്ന സിനിമ ഇതാണ്. ഓക്കെ, അടുത്തതായിട്ട് ഷൂട്ട് ചെയ്യാൻ പോകുന്ന സിനിമ പള്ളിച്ചട്ടം തുടങ്ങി. ഓക്കെ, അടുത്ത കിഴി നോബഡി സിനിമയുടെ ഒരു ബിഗ് അപ്ഡേറ്റ് ഉണ്ട്. സിനിമയിലേക്ക് കുറച്ച് ആൾക്കാർ ആവശ്യമുണ്ട്, അതുകൊണ്ട് കാസ്റ്റിംഗ് കോൾട്ട് ഉണ്ട്. പൃഥ്വിരാജ് നായകനാവുന്ന സിനിമയാണ്. നമ്മുടെ നിസാം ബഷീർ സംവിധാനം ചെയ്യുന്ന സിനിമ. റോഷാക്ക് എന്ന സിനിമയ്ക്ക് ശേഷം നിസാം ബഷീർ അടുത്ത സിനിമയായിട്ട് വരികയാണ്, ഞെട്ടിക്കാൻ. അതും പൃഥ്വിരാജിന്. അതെ, എല്ലാവരും മുട്ടുവിൻ തുറക്കപ്പെടും. അധോലോകം കടന്ന് കറങ്ങുന്നുണ്ടല്ലോ നമ്മുടെ ചുറ്റും. അടുത്ത ആളെ പോക്കാനാ പിന്നെ 2 രൂപ പിന്നെ വേറെ കാര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ തട്ടിക്കൊണ്ടുപോകേണ്ട രീതി വേറെയാണ്. അതായത് ഇവിടുന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവും 10,000 രൂപ തരാൻ കൊണ്ടുപോകുന്ന്. അത് മിക്കവാറും ഇവിടുന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവും. ആദ്യം താഴെ പോയിട്ട് അവര് 10,000 രൂപ മേടിച്ചിട്ട് നേരെ മുകളിലോട്ട് കയറി വരും, എന്നിട്ട് കൊണ്ടുപോകും. എന്നിട്ട് പറയും ഇത് 10,000 ഇങ്ങോട്ട് തന്നിട്ട് കാര്യമില്ല, നിങ്ങൾ 2 ലക്ഷം തരും, എന്നാ ഞാൻ കൊണ്ടുപോകാറ്. അത് അപ്പം താഴേന്ന് ഒരാൾ പറയും 2 ലക്ഷത്തിന് ഞാൻ 10 രൂപയ്ക്ക് എലിവേഷം മേടിച്ചു കൊടുത്തോളാന്ന് പറയും. ഈ 2 ലക്ഷത്തിന് മുടക്കുമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല, സിമ്പിളായിട്ട് പരിപാടി തീർത്തോളാന്ന്. അടുത്തത് ഹിറ്റ് 3. സിനിമയുടെ ടീസർ വരുന്നുണ്ട് 24-ാം തീയതി. അതിനൊരു പേരിട്ടിട്ടുണ്ട്, സർക്കാരിലെത്തി. കൊള്ളാലേ? ഇപ്പൊ പൂച്ചനെന്തിനെ പിടിച്ചത് മനസ്സിലായി. 10,000-ആയിരുന്നില്ല, എലിനെ പിടിക്കാനും എലി വിഷത്തിന് 10 രൂപ ചെലവാക്കാൻ വയ്യ. ഒരു ആവശ്യമില്ലാത്തൊരു പൂച്ച അടക്കുന്നുണ്ട്, ആ പൂച്ചയെ പിടിച്ചിട്ട് വാ. ഇത് ആദ്യമായിട്ടാ ഈ എപ്പിസോഡ് കാണുന്നവർക്ക് ഒരു ഐഡിയയും കിട്ടൂല ഇത് എന്തൊക്കെ സംഭവം എന്ന്. സ്ഥിരം കാണുന്നവർക്ക് മനസ്സിലാവും ഇത് ഏത് രീതിയിലൊക്കെ പോകുന്നുള്ളത്. എന്തായാലും ഫസ്റ്റ് കാണുന്നവരാണെങ്കിൽ സാധനം ക്ഷമിക്കുക, വേറെ ഒന്നും പറയാനില്ല. പോരട്ടെ. എന്തായിരുന്നു ഹിറ്റ് 3? പറഞ്ഞു കഴിഞ്ഞു. ആണോ? ഞാൻ ചിന്ത അവിടെയായിരുന്നു. സർക്കാരിലെത്തി എന്നുള്ളതായിരിക്കും ഇതിന്റെ പേര്. ടീസർ വരുന്നത് നാളെയാണ്, മറ്റന്നാൾ 24-ാം തീയതി. അതെ. ഓക്കെ, നാച്ചുറൽ സ്റ്റാർ നാനി നായകനാവുന്ന സിനിമയാണ് കേട്ടോ. അടുത്ത കിഴി ആര് നായകനായാലും വേണ്ട, പെട്ടെന്ന് തീർക്കോ. രാജാ സാബ് നമ്മുടെ പ്രഭാസ് നായകനാവുന്ന സിനിമയാണ്. ഹൊറർ കോമഡി ത്രില്ലർ. ഓക്കെ, മാധുരിയാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. അല്ല, മാധുരി. ഞാനോ എനിക്ക് ഡാൻസ് കളിക്കാറില്ല, അഭിനയിക്കാറില്ല, അറിയുള്ളൂ. സംവിധാനം ഞാൻ അറിയില്ലല്ലോ. അതൊക്കെ മാധുരി അല്ല, മാരുതിയാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. സിനിമക്ക് 2 പാർട്ട് ഉണ്ടാവില്ല, ഒരൊറ്റ പാർട്ടേ ഉണ്ടാവുള്ളൂ. ഇതിന്റെ ക്ലൈമാക്സിൽ കമ്പിടും, വാർത്തിടാനുള്ള കമ്പി നമ്മളിങ്ങനെ അടുത്ത നില വാർക്കാൻ വേണ്ടിട്ടുള്ളത്. നമ്മൾ കുറച്ച് കമ്പി ഇങ്ങനെ വാക്കിയിടൂലേ, അങ്ങനെ ഇടും, അല്ലാതെ ഒന്നുമില്ല. അടുത്തത് NTR 31, അതായത് ഡ്രാഗൺ. സിനിമ 1960-ലെ കഥയാണെന്ന് പറയുന്നത്, അതായത് ബംഗാളിലെ. അത് ഒരു എന്താ പറയാ, ബംഗാൾ ബേസ്ഡ് സ്റ്റോറി 1960-കളിലെ. മൂപ്പർക്ക് ഇതൊക്കെ തന്നെ എനിക്ക് തോന്നുന്നു പരിപാടികൾ. എന്തായാലും കൊടൂര സാധനമായിരിക്കും. തുടങ്ങിയത് എന്തായാലും ഒരു വലിയ കലാപത്തിൽ നിന്നാണ് അല്ലേ, ബംഗാൾ. അപ്പോൾ 1960 പറയുമ്പോൾ ശരിയായിരിക്കും കേട്ടോ, പരിപാടി വേറെ ലെവൽ ഐറ്റം ആയിരിക്കാനാണ് ചാൻസ്. എന്താണെങ്കിലും ഇത് കണ്ടിട്ട് ഒരു കരി പിടിച്ച ജീവിതമാണെന്ന് തോന്നുന്നില്ല ആ ലൊക്കേഷൻ സ്റ്റില്ലിൽ നിന്ന്. ഇനി എഡിറ്റ് ഒക്കെ ചെയ്ത് വരുമ്പോൾ കരി പിടിച്ച ജീവിതം ആവുമെന്ന് അറിഞ്ഞുകൂടാ. ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നല്ല കളർഫുൾ ആണ്. എന്തായാലും നോക്കാം. ഓക്കെ, അടുത്ത കിഴി. അയ്യോ, ഇനി പിടിച്ചു വെക്കാം, ഇനി ഒന്നും പറയാതെ. സമ്മതിക്കൂല. ശങ്കരൻകുട്ടിന്റെ 10 കോടിയാണ് മൂഞ്ചിയത്.
മര്യാദക്ക് എപ്പിസോഡ് മുന്നോട്ട് പോകാൻ സമ്മതിക്കൂല. എന്ത് ചെയ്യാനാന്ന് പറ. ശങ്കരൻകുട്ടി എന്തിനെ കഥ മോഷ്ടിച്ചതാണെന്നുള്ളത് ഏതാണ്ട് തെളിഞ്ഞു. എന്നിട്ട് ED 10 കോടി 11 അല്ലേ 10.11 കോടി കണ്ടുകെട്ടി. കള്ളൻ ശങ്കരൻകുട്ടി. കള്ളൻ ശങ്കരൻ ഇപ്പോഴും തെങ്ങുമ്പോ തന്നെ ED എന്നപ്പോ പാഞ്ഞു പറയായിരിക്കും. തളപ്പിട്ടിങ്ങനെ പോകുന്നുണ്ട് മുകളിലേക്ക്. 10 കോടിയല്ലേ കൊണ്ടുപോ എന്നെ കൊണ്ടുപോകാൻ അറിയുന്നത്. ഇനി വെക്കാൻ അറിയാതെ എന്താലേ എന്തിനും സിനിമയിൽ നിന്നാണല്ലോ ശരിക്കും ഒരു ഭീകരമായിട്ടുള്ള പേരുകൾ ഉണ്ടാക്കി. പിന്നെ അതിന് മുൻപ് വളരെ നല്ല സിനിമകൾ ഇല്ലാന്നുള്ളതല്ല കേട്ടോ. ഒരുപാട് സിനിമകളുണ്ട്. പക്ഷെ ഇത്രയും വലിയ ഗംഭീര ബ്രഹ്മാണ്ഡ സിനിമകളുടെ ഒരു ഡയറക്ടർ എന്നുള്ള ഒരു ടാഗ് ലൈൻ വന്നത് ഇന്റർനാഷണൽ. അതെ, ആ ഒരു സിനിമയെന്നായിരുന്നു. അത് കട്ടെടുത്തതാണ്. എന്താ കട്ടെടുത്തത് പോട്ടെ. കറപ്ഷനൊക്കെ ഇപ്പോ സിനിമയിലുള്ളൂ. അതാണ്. എന്നാ കറപ്ഷനാ എൻ്റെ അമ്മോ. അപ്പൊ നമ്മള് വലിയ സങ്കടപ്പെടുന്നു വേണ്ട. ഗെയിം ചേഞ്ചർ പൊട്ടിയതിലും അല്ലെങ്കിൽ നിനക്ക് സങ്കടം ഉണ്ടായിരുന്നു? എനിക്ക് ചെറിയ സങ്കടം ഉണ്ടായിരുന്നു. എനിക്കല്ലെങ്കിൽ ഒട്ടും സങ്കടം തോന്നിയിട്ടില്ല. അല്ല, ഒരു പേര് നല്ല പേരുള്ള ഒരു സംവിധായകൻ പറഞ്ഞ് പറ്റിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒട്ടും സങ്കടം തോന്നിയിട്ടില്ല അതിനകത്ത്. നമുക്ക് പറ്റൂലെങ്കിൽ പറ്റൂലെന്നേ ഉള്ളൂ. അല്ലാണ്ട് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ആക്കും ഇങ്ങനെ മല മറിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സാധനം ഇട്ട് തന്നിട്ട് മോശത്തരം. അത് നമുക്ക് ഒട്ടും അംഗീകരിക്കാൻ പറ്റൂല. എന്താണെങ്കിലും അടുത്ത കിഴി എടുത്തിട്ടുണ്ടായിരുന്നു JSK, നമ്മുടെ സുരേഷ് ഗോപി നായകനാവുന്ന സിനിമേന്റെ റിലീസ് മെയ് 1 പ്ലാൻ ചെയ്യുന്നുണ്ട്. 1 വേണ്ടിയിട്ട്. ഓക്കെ, കുറച്ച് നാളായിട്ട് ചെയ്ത് കഴിഞ്ഞ് നിൽക്കുന്ന സിനിമയാണ്. പ്രവീൺ നാരായണാണ് സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. എന്തായാലും വരട്ടെ. അതാണ് ഓക്കെ. അടുത്ത കിഴി ഒരു ബ്രഹ്മാണ്ഡ സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ഓക്കെ, ഞെട്ടരുത്, ധരിക്കരുത്, പിടിച്ചു നിന്നോ. ഞാൻ എഴുതിയതല്ലേ ഇതിനകത്ത് എന്തായാലും ഉണ്ടാവുള്ളൂ. അപ്പൊ ഞാൻ ധരിക്കൂല. ആ സമയത്തൊന്നും ധരിച്ചിട്ടില്ല. എഴുതിയപ്പോ ധരിച്ചായിരുന്നു. അത് ഇനിയിപ്പോ ധരിക്കേണ്ട ആവശ്യമില്ല. ആ സാധനമാണ് പറയാൻ പോകുന്നത്. മനസ്സിലായി. കൈ വിറച്ചില്ലേ? മനസ്സിലായി. കതിരവൻ, മമ്മൂട്ടി നായകനാവുന്ന കതിരവൻ സിനിമ തുടങ്ങിയിട്ടുണ്ട്. അന്നും പറഞ്ഞതാണ് ഇത് മമ്മൂക്ക ചെയ്യുന്നില്ല, മമ്മൂക്ക ഇത് അറിഞ്ഞിട്ട് പോലും. അന്ന് എന്ത് തെറിയായിരുന്നു ഞങ്ങളെ വന്നിട്ട് പൂരത്ത്. നമ്മൾ പറഞ്ഞതാണ് ഈ ഒരു ബേസിൽ ഈ ഒരു രീതിയിൽ ന്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ മറ്റൊരു സ്റ്റാറിനെ ആൾക്ക് കിട്ടും. അതുകൊണ്ട് അതിന്റെ പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആരും വിശ്വസിച്ചില്ല. എന്താണെങ്കിലും സിനിമ തുടങ്ങിയിട്ടുണ്ട്. ഷിജു വിൽസനാണ് നായകൻ. അരുൺ രാജാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. എന്തൊക്കെയാണെങ്കിലും ഇനിയിപ്പോ നെഗറ്റീവ് ഉണ്ടാക്കിയിട്ടാണെങ്കിലും ആളുടെ ചെയ്യണം എന്ന് വിചാരിച്ച ആളത് ചെയ്തു കേട്ടോ. അതൊരു അപ്രിസിയേഷൻ അർഹിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ഇനി എന്തൊക്കെ സംഭവിച്ചാലും അയാളുടെ ഉദ്ദേശം അതത്രേ ഉണ്ടായിരുന്നുള്ളൂ. മമ്മൂക്കേന്റെ പേര് പറഞ്ഞു കഴിയുമ്പം എന്താണെങ്കിലും മമ്മൂക്ക ഒഴിവാക്കിയ സിനിമ എന്ന് പറയുമ്പോൾ അതിന്റെ തൊട്ട് താഴെയുള്ള ഏത് നടന്മാരെ വേണമെങ്കിൽ കിട്ടിയത്. അങ്ങനെ എന്തായാലും കിട്ടിയിട്ടുണ്ട്. ആള് ചെയ്യുന്നുണ്ട് സിനിമ. എന്തായാലും വളരെ നല്ല കാര്യം. വളരെ നല്ലൊരു സിനിമ ആവട്ടെ. സിനിമയുടെ ഷൂട്ട് തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 25 കോടിക്കടുത്താണ് ഇതിന്റെ ബഡ്ജറ്റ് എന്ന് തോന്നുന്നു. അത്രയും ചരിത്രം പറയുമ്പോൾ എന്താണെങ്കിലും ആ ഒരു ബഡ്ജറ്റ് ഒക്കെ വരും സിനിമയ്ക്ക്. ബംഗാളിയായിട്ട് നമ്മുടെ ഷിജു വിൽസൺ. ഞാനാണോ? എന്താ അല്ല ഒന്നും ആ തരിപ്പിലിരിക്കുന്നു. മമ്മൂക്കൊക്കെ നഷ്ടമായല്ലോ എന്നൊക്കെ അറിയിച്ചിട്ടില്ലേ? പറയാൻ പറ്റൂല്ലോ. പാടങ്ങാണ് ഹിറ്റ് ആയാലോ അപ്പൊ നഷ്ടമായി തോന്നുന്നു. പക്ഷെ ഒരിക്കലും മമ്മൂക്കൊക്കെ നഷ്ടമാവില്ല വിചാരിക്കുന്നു. ഹിറ്റാവട്ടെ, നല്ല സിനിമ ഹിറ്റാവട്ടെ, അത് വേറെ കാര്യം. അടുത്തത് എമ്പുരാൻ സിനിമയില് സുഗന്ധ് ഗോയൽ മുന്നേ ആവുന്നു. ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും ഗുജറാത്തി ആ സൈഡിലോട്ട് വരും. അപ്പൊ പിന്നെ എന്തായിരുന്നു അത് മുന്നേ, ഇത് മുന്നേ കിഷോർ കുമാർ ജി കാർത്തിക് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ പുലിമുരുകനിലൊക്കെ വില്ലനായിട്ട് വന്ന ആള്. എന്താണെങ്കിൽ 350 ഫാൻ ഷോ ആണ് കേട്ടോ ഓൾറെഡി കംപ്ലീറ്റ് ആയിരിക്കുന്നത്. അടിപൊളി. അത് ഇപ്പൊ പറഞ്ഞ നന്നായിട്ട്. കാരണം കണ്ടന്റിൽ ഏറ്റവും വലുതാ തന്നെ 350 ഫാൻ ഷോ. 2 കണ്ടന്റ് കൊടുക്കാം. ഒന്ന് കതിരവൻ, അല്ല എലിയും പൂച്ചയും കൊടുക്കണം, വേണ്ട. ഒന്ന് കതിരവൻ കൊടുക്കാം, എമ്പുരാനും കൊടുക്കാം. 350 ഫാൻ ഷോ. ഇനി 30 എത്ര 33 ദിവസം ബാക്കിയുണ്ട്. അപ്പോഴേക്കും ഇത്രയും ഷോ എത്ര ആവുന്ന ഒരു ഐഡിയ ഇല്ല കേട്ടോ. ഞങ്ങള് പിടിക്കും. ഞങ്ങൾ ആ മുന്നേ ഓടി എടുത്തിട്ടുണ്ടല്ലോ ആര്, നമ്മുടെ ലിയോനെ. അത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഒറ്റ ദിവസം കൊണ്ട് അതിന് ഞങ്ങൾ പിടിച്ചിരിക്കും.
ഉറപ്പായിട്ടും ഓടിച്ചിട്ട് പിടിക്കും. കണ്ടോ ദൈവമേ, ഇതെങ്കിലും ഒന്ന് നടക്കണേ. വേറെ ഒന്നും പറയുന്ന നടക്കുന്നില്ല, ഇതെങ്കിലും. ഓക്കെ, അടുത്ത കിഴി ചാവ. ആ, നമ്മുടെ വിക്കി കൗശൽ നായകനായ സിനിമയാണ്. സിനിമയുടെ ഫസ്റ്റ് വീക്കെൻഡ് കളക്ഷൻ വന്നിട്ടുണ്ട് 310 കോടി. ഓ, ഗംഭീര റിപ്പോർട്ടാട്ടോ സിനിമയ്ക്ക്. എല്ലായിടത്തും പോസിറ്റീവാണ്. ഒരു രക്ഷയില്ല. ഇവിടെ എപ്പോഴും വന്നിട്ടില്ല. ഇവിടെ നമ്മളിവിടെ ഇതുവരെ എത്തിയിട്ടില്ല. എന്താണെങ്കിലും വരുമ്പോൾ എന്തായാലും പോയി കാണും. തിയേറ്ററിൽ തന്നെ വാച്ച് ചെയ്യണം എന്നാണ് പല ആൾക്കാരും പറയുന്നത്. അപ്പോൾ എന്തായാലും തിയേറ്ററിൽ തന്നെ ഇവിടെ ഉണ്ടെങ്കിൽ ഇനി വരുമോന്ന് പോലും അറിഞ്ഞൂടാ. ഇവിടെ വരാൻ ചാൻസ് വളരെ കുറവാണ്. എന്തിനു ഡ്രാഗൺ പോലും ഇവിടെ വന്നിട്ട്, ഡ്രാഗൺ എന്ന് പറഞ്ഞാൽ അത് പോയി കാണാം. അതെങ്കിലും അതിനും പോസിറ്റീവാണ് മൊത്തത്തിൽ. അതെങ്കിലും ഒന്ന് കാണാന്ന് ചോദിച്ചാൽ അതുമില്ല. വല്ലാത്തൊരു നാടായിപ്പോയി. എന്ത് ചെയ്യാൻ. ഞങ്ങളതായിട്ട് എന്തായാലും കീഴ് എപ്പിസോഡ് തീർന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. എന്തായാലും പോവാണ്, ഒരു എലിയെ പിടിക്കാനുണ്ട്. അല്ലേ, സമാധാനം ഉണ്ട് പറയാം. നമ്മുടെ നാട് എന്തായാലും സമാധാനപ്രിയ. അതൊരു സത്യം. അതുകൊണ്ട് അതൊരു സത്യം.